അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് അല്പനിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അയോധ്യ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ വന്നിറങ്ങും. അതിനുശേഷം അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. അതിന് തുടർന്നായിരിക്കും ചടങ്ങുകളുടെ മുഖ്യ കാർമ്മികത്വത്തിലേക്ക് പ്രധാനമന്ത്രി കടക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആർക്കെ, എപ്പോഴാണ് പ്രധാനമന്ത്രി ക്ഷേത്ര നഗരിയിൽ ഇറങ്ങുക? ഗോപി, ഇപ്പോൾ അല്പസമയം മുമ്പ് ഗോപി ഇടവേളയ്ക്ക് നമ്മൾ പോയിരുന്ന സമയത്ത് 2 ഹെലികോപ്റ്ററുകൾ, ഞാനീ നിൽക്കുന്നത് ഹെലിപാഡിന് സമീപത്താണ്, അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും അത് പ്രധാനമന്ത്രിയാണ് എന്ന് കണക്കാക്കേണ്ടി വരും. അല്പസമയത്തിനകം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് കണക്കാക്കാം. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ് മാർഗമുള്ള വരവായിരുന്നു അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിന് ഇരുവശവും വലിയ സാംസ്കാരിക പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ജനങ്ങളുടെ ഒരു കൂട്ടം ഇവിടേക്ക് വന്നത് കൊണ്ട് അത് മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം 15 കിലോമീറ്ററാണ് അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. ആ ദൂരം അദ്ദേഹം ഹെലികോപ്റ്ററിൽ വരികയായിരുന്നു. അല്പസമയത്തിനകം വരുമെന്ന് നമുക്ക് കണക്കാക്കാം. ഈ സരയൂ സ്നാനത്തിന് അദ്ദേഹം എത്തുമോ എന്നുള്ളതിൽ ഇപ്പോഴും അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ സരയുവിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ താല്പര്യമെടുത്തുകൊണ്ടാണ് ഈ സരയുവിൻ്റെ മേഖല അടക്കമുള്ള കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റിയത്. അതിൽ ഈ ലതാ മങ്കേഷ്കർ ചൗക്ക് മുതൽ തുടങ്ങി സരയൂ തീരം വരെയുള്ള ഇടങ്ങളിൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. സരയൂ, നമ്മുടെ ഈ നമാമി ഗംഗെ പദ്ധതിയൊക്കെ ഗംഗയുടെ ശുചീകരണത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തില്ല എന്ന് വിമർശനം നിൽക്കുമ്പോഴും പക്ഷേ സരയുവിൻ്റെ ഇരു കരകളെയും കൂടുതൽ വൃത്തിയാക്കാനും സരയുവിൽ മലിനീകരണം മാറ്റിവെക്കാനും ഒക്കെയുള്ള ഒരു വലിയ ശ്രമം ഉണ്ടാവുകയും അതേതാണ്ട് ഫലവത്താകുന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ സരയുവിൻ്റെ തീരത്ത് തന്നെ ഒരു രാംകി പോടി എന്ന പേരിൽ ഒരു താൽക്കാലിക ഒരു കൃത്രിമ തിട്ട വഴിയുള്ള ഒരു ഈ സരയുവിൻ്റെ വരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു